അടുത്ത കൺസെപ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നാണ്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഒരുപക്ഷെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ എന്നറിയില്ല. ചില കുട്ടികളെങ്കിലും കേട്ടിട്ടുണ്ടാവും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇതുവരെ മെട്രിക്സിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാറ്? എ ഈക്വൽ ടു Aij അല്ലെ? അതിലെ എലമെന്റ്സ് എന്താണ്? A11, A12, A13 എക്സെട്ര എന്നുള്ള രീതിയിലാണ് അതിലെ എലമെന്റ്സ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ എ എന്ന് പറയുന്നത് ഒരു n by n മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? എ എന്ന് പറയുന്ന മെട്രിക്സിൽ n റോസ് ഉണ്ട്, n കോളംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എ എന്ന് പറയുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ എൻ. ഈ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എടുക്കുക. ഒരു എ എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ A11, A12, A21, A22 ഇതാണ് അതിലെ എലമെന്റ് വരിക. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്? ഒരു ഡിറ്റർമിനന്റ് ആണ് അല്ലെ? ഏതാണ് ഡിറ്റർമിനന്റ് വരിക? എ മൈനസ് ലാംഡ ഐ എൻ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മൈനസ് ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ സ്മോൾ എ ബി സി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മ്യൂസിക് എന്നൊക്കെ പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ലാംഡ ഇൻറ്റു ഐ എൻ. എന്താണ് ഈ ഐ എൻ? എൻ ബൈ എൻ മെട്രിക്സ് ആണ്. ഇവിടെ എൻ ബൈ എൻ, ഇവിടെ എത്രയാണ്? നമ്മൾ എക്സാമ്പിൾ എടുത്ത് 2x2 ആണ്. അപ്പൊ n ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. അപ്പൊ ഐ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി മെട്രിക്സ് വിത്ത് ഓർഡർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 1 0 0 1. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഈ മെട്രിക്സ് എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു A11, A12, A21, A22 മൈനസ് ഒരു മെട്രിക്സിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇതിലെ ഓരോ എലിമെന്റിനെ എന്തുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യണം, ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലാംഡ ഇൻറ്റു 1 ലാംഡ എന്ന് വരും, ലാംഡ ഇൻറ്റു 0 0 എന്ന് വരും, ലാംഡ ഇൻറ്റു 1 0 എന്ന് വരും. അതുപോലെ ലാംഡ ഇൻറ്റു, ഇവിടെ ലാംഡ ഇൻറ്റു 0 എന്നല്ലേ വരിക? അതെന്താണ് വരിക? വീണ്ടും 0 ആണ് വരിക. പിന്നെന്താ വരിക? ലാംഡ ഇൻറ്റു 1 ഈക്വൽ ടു വീണ്ടും ലാംഡ എന്ന് വരും. സോ ദിസ് മാട്രിക്സ് എങ്ങനെയായിട്ട് മാറും? A11, A12, A22, A21, A22 മൈനസ് ലാംഡ 0 0 ലാംഡ എന്ന് വരും. ഇതെന്താണ് വരിക? രണ്ട് മെട്രിക്സ് എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാന്നറിയാം അല്ലെ? അതിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് രണ്ടും ഒരേ സൈസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും ഇവിടെ? A11 മൈനസ് ലാംഡ, A12 മൈനസ് 0 അതായത് A12 എന്ന് വരും, A21 മൈനസ് 0 അതായത് A22 എന്ന് തന്നെ വരും, A21 എന്ന് തന്നെ വരും, A22 മൈനസ് ലാംഡ. ഇതാണ് ആ മെട്രിക്സ് വരിക, അതായത് ഈ ഡിറ്റർമിനന്റ് അകത്തുള്ള മെട്രിക്സ്. അപ്പൊ നിങ്ങൾ നോക്ക്, എന്താ ഇവിടെ ഡിഫറൻസ് വന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ് കാണേണ്ടത്. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? എ മൈനസ് ലാംഡ ഐ എൻ കാണണം. അപ്പൊ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് അല്ലെ, അതിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ലാംഡ. ഡയഗണൽ എലമെന്റ്സിനെല്ലാം ലാംഡ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അതല്ലേ ലാംഡ ഐ എൻ എന്നുള്ളത് ഉദ്ദേശിക്കുക. ഐ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡയഗണലിൽ മാത്രം 1 വരുന്ന ഐഡന്റിറ്റി എലമെന്റ് ആണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? ഡയഗണൽ എലമെന്റ്സ് മാത്രം ലാംഡ ഉള്ള ഒരു മെട്രിക്സ് വരും, ബാക്കി എല്ലാം 0 ആയിരിക്കും. ഒരു 3x3 മെട്രിക്സ് ആയിരുന്നെങ്കിലോ ഇവിടെ I3 എന്ന് വരും. അപ്പൊ ലാംഡ ഇൻറ്റു 1 0 0 0 1 0 0 0 1 എന്ന് വരും. അപ്പൊ അത് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയഗണൽ എലമെന്റ്സിൽ മാത്രം ലാംഡ വരുന്നത്, ബാക്കി എല്ലാം 0 വരുന്ന ഒരു മെട്രിക്സ് ആ വരിക. അപ്പൊ ഏതൊരു മെട്രിക്സിനെയും ഒരു ഡയഗണൽ മെട്രിക്സ് കൊണ്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? ഡയഗണൽ എലമെന്റ്സ് എന്താണോ അതിലെ ഡയഗണലിലുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് അത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതിയാവും. അപ്പൊ ഇവിടെ 2x2 മെട്രിക്സ് ആണ്. എന്ത് വരും? A11 മൈനസ് ലാംഡ, A12, A21, A22 മൈനസ് ലാംഡ എന്ന് വരും. ഇതിന്റെ ഡിറ്റർമിനന്റ് അതായത് എന്ത് വരും? ഡിറ്റർമിനന്റ് A11 മൈനസ് ലാംഡ, A12, A21, A22 മൈനസ് ലാംഡ. ഈ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയാം. അപ്പൊ ഒരു 3x3 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെ എഴുതുക?
ഒരു 3/3 ജനറൽ കേസ് തന്നെ ഒരു 3/3 മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് n = 3 ആണ്. n = 3 ഒരു 3/3 മെട്രിക്സ് ആണ്. അപ്പൊ എങ്ങനെയാ അതിന്റെ ജനറൽ ഫോം വരിക? a11 a12 a13 a21 a22 a23 a31 a32 a33 ഇതാണ് ഒരു 3/3 മെട്രിക്സിന്റെ ജനറൽ ഫോം വരിക. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണണമെങ്കിൽ ഏത് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണ്ടേ? a മൈനസ് ലാംഡ ഐ, ലാംഡ ഇൻറ്റു ഐ 3/3 ആകുമ്പോൾ എത്ര വരിക? 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്നത്. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അതാണ് എന്ത് വരിക? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരിക. അപ്പൊ ഈ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ലാംഡ കൊണ്ട് എല്ലാ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 ഇൻറ്റു ലാംഡ, ലാംഡ എന്ന് വരും. 0 ഇൻറ്റു ലാംഡ 0 ആണ്, 0 0 ലാംഡ 0 0 0 ലാംഡ എന്ന് വരും. അപ്പൊ ഡയഗണൽ എലിമെന്റ്സ് മാത്രം ലാംഡ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഫസ്റ്റ് എലിമെന്റ് a11 മൈനസ് ലാംഡ എന്ന് വരും. a11 മൈനസ് ലാംഡ. സെക്കൻഡ് എലിമെന്റ് 0 വരും, തേർഡ് എലിമെന്റും 0 വരും. സോറി 0 അല്ല, സെക്കൻഡ് എലിമെന്റ് എന്താ വരിക? a12. തേർഡ് എലിമെന്റ് എന്ത് വരും? a13. കാരണം a12 മൈനസ് 0 a13 മൈനസ് 0. ഇവിടുത്തെ ഫസ്റ്റ് എലിമെന്റ് എന്താ വരിക? a21 മൈനസ് 0, അതായത് a21 എന്ന് തന്നെ വരും. അടുത്ത എന്ത് വരും? a22 മൈനസ് ലാംഡ, a22 മൈനസ് ലാംഡ. അടുത്ത എന്ത് വരും? a23, കാരണം a23 മൈനസ് 0 ആണ്. ഇനി അടുത്ത എലിമെന്റ് എന്ത് വരും? a31 മൈനസ് 0, a31 തന്നെ വരും. a32 മൈനസ് 0, a32 തന്നെ വരും. a33 മൈനസ് ലാംഡ. ഇതിന്റെ ഡിറ്റർമിനന്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ a എന്ന് പറയുന്ന മെട്രിക്സ് ഏതായിരുന്നു നമ്മൾ എടുത്തത്? a ഈക്വൽ ടു ദിസ് മെട്രിക്സ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ്? കാരണം ഈ ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന് എല്ലാത്തിനോടും മൈനസ് ലാംഡ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അപ്പൊ കിട്ടുന്ന ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? എന്താണ് നമ്മൾ സാധാരണ ax പ്ലസ് ബി എന്നുള്ളത് എന്താണ്? ഒരു പോളിനോമിയലാണ്. എക്സിലുള്ള ഒരു എക്സിന്റെ ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ്? ax² പ്ലസ് bx പ്ലസ് സി എന്നുള്ള രീതിയിൽ. ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ എങ്ങനെ വരും? ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d എന്നുള്ളതാണ് ക്യൂബിക് പോളിനോമിയൽ വരിക. അപ്പൊ ജനറൽ ആയിട്ട് ഒരു പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഏതെങ്കിലും ഒരു പോളിനോമിയലിനെ a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് എക്സെട്ര പ്ലസ് anx⁻n. ഇതെന്താണ്? ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ a1 a2 എക്സെട്ര എന്നുള്ളതൊക്കെ അതിന്റെ കോഎഫിഷ്യൻസ് ആണ്. വേരിയബിൾ ഏതാണ്? പോളിനോമിയലിന്റെ വേരിയബിൾ x എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഇതെന്താണ് വരിക? ഇത് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? a11 a12 a13 ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്. സോറി, നോൺ വേരിയബിൾ ആണ് അല്ലെ? ഒരു മെട്രിക്സ് എന്ന് കഴിഞ്ഞാൽ അതിൽ എലമെന്റ് നമുക്കറിയാം. അറിയാത്തത് വേരിയബിൾ ആയിട്ടുള്ള ഏതാണ്? ലാംഡകളാണ്. ലാംഡ നമുക്കറിയില്ല. അപ്പൊ ഈ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡയിലുള്ള ഒരു പോളിനോമിയൽ കിട്ടും. ആ പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ ഒരു മെട്രിക്സ് a = 5 2 2 1 ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? f of lambda equal to ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ. ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ കാണും? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ കാണണം. ഇവിടെ a എന്ന് പറയുന്നത് 2/2 മെട്രിക്സ് ആയതുകൊണ്ട് i എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? i2, അതായത് രണ്ട് 2/2 ആയിട്ടുള്ള ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് 1 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ a മൈനസ് ലാംഡ ഐ എങ്ങനെ കാണും? 5 2 2 1 മൈനസ് ലാംഡ ഇൻറ്റു 1 0 0 1. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു എന്ത് വരും? 5 മൈനസ് ലാംഡ 2 2 1 മൈനസ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് വരിക. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു എന്ത് വരും? ഡിറ്റർമിനന്റ് 5 മൈനസ് ലാംഡ 2 2 1 മൈനസ് ലാംഡ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എങ്ങനെ കാണാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? 5 മൈനസ് ലാംഡ ഇൻറ്റു അല്ലെ, ഡയഗണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 മൈനസ് ലാംഡ ദിസ് ഇൻറ്റു ദിസ്
മൈനസ് 2 ഇൻറ്റു 2. ഇതാണ് അതിന്റെ ഡിറ്റർമിനന്റ് വരിക. ഇതെന്താണ് വരിക? ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 5 ഇൻറ്റു 1 ദാറ്റ് ഈസ് 5. 5 ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് 5 ലാംഡ. ദെൻ മൈനസ് ലാംഡ ഇൻറ്റു 1 എന്ത് വരും? മൈനസ് ലാംഡ എന്ന് വരും. മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ എന്ത് വരും? മൈനസും മൈനസും പ്ലസ് ആവും. ലാംഡ ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ എന്നാവും. മൈനസ് 2 ഇൻറ്റു 2 എന്ത് വരും? 4 വരും. ദിസ് ഇസ് ഈക്വൽ ടു, ഇതിൽ ലാംഡന്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ലാംഡ സ്ക്വയർ, അതാത് എഴുതുക. അത് കഴിഞ്ഞാൽ ലാംഡ എത്ര വരും? മൈനസ് 5 ലാംഡ മൈനസ് ലാംഡ എന്ത് വരും? മൈനസ് 6 ലാംഡ. 5 മൈനസ് 4 എന്ത് വരും? പ്ലസ് 1. അപ്പൊ എന്താണ് ഈ ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്? ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 1 ആണ് 5 2 2 1 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിളും കൂടെ കാണാം. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണണമെങ്കിൽ എന്ത് കാണണം? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു എന്താണ് വരിക? ഇതിന്റെ ഡയഗണൽ എലമെന്റ്സിനൊക്കെ ലാംഡ കൊണ്ട് മൈനസ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ അതുപോലെ തന്നെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ എ എഴുതുക. മൈനസ് ലാംഡ ഇൻറ്റു 1 0 0 0 1 0 0 0 1 എന്നിട്ട് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് 0 മൈനസ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ലാംഡ. 6ഉം 8ഉം അതുപോലെ തന്നെ വരും. 1/2 മൈനസ് 0 എന്നാണ് വരിക. സോ 1/2. വീണ്ടും ഡയഗണൽ എലമെന്റ്സ് വരുമ്പോൾ മൈനസ് ലാംഡ ചെയ്യണം. സോ 0 മൈനസ് ലാംഡ എന്ന് പറയുന്നത് മൈനസ് ലാംഡ വരും. പിന്നെ ഇതെന്താണ് വരിക? 0 തന്നെയാണ് വരിക. ഈ എലമെന്റ് 0 വരും. 1/2 വീണ്ടും 0 മൈനസ് ലാംഡ മൈനസ് ലാംഡ. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് എന്ത് പറയാ? ഈ ഒരു മെട്രിക്സിന്റെ 3/3 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? എങ്ങനെയാ കാണാം? മൈനസ് ലാംഡ ഇൻറ്റു അല്ലെ, ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് മൈനസ് ലാംഡ 0 1/2 മൈനസ് ലാംഡ. അതായത് ഈ ഒരു ലാംഡ ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത്. കാരണം ഇവിടെ മൈനസ് ലാംഡ ആയതുകൊണ്ടാണ് മൈനസ് പുറത്തെടുത്തത്. ഇനി ഇത് ഫസ്റ്റത്തെ ടേം പ്ലസ്, അടുത്തത് മൈനസ് വരണം. ഇവിടെ ഓൾറെഡി പ്ലസ് ആണ്, പിന്നെ ഒരു മൈനസ് ലാംഡ ഉണ്ടായതുകൊണ്ടാണ് ആ മൈനസ് ലാംഡ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ മൈനസ് 6 ഇൻറ്റു, കാരണം ഇവിടെ 6ന് മൈനസ് ഉണ്ടെങ്കിൽ എന്താവും? മൈനസ് ഓഫ് മൈനസ് 6 എന്താവും? ഇത് 6 പോസിറ്റീവ് ആയതുകൊണ്ട് മൈനസ് 6 ഇൻറ്റു 6 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കിയുള്ളത് 1/2 0 0 മൈനസ് ലാംഡ പ്ലസ്, ആദ്യത്തത് പ്ലസ്, രണ്ടാമത്തത് മൈനസ്, അടുത്തത് പ്ലസ് 8 ഇൻറ്റു ഡിറ്റർമിനന്റ് 8 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയിട്ട് 1/2 മൈനസ് ലാംഡ 0 1/2 എന്ന് വരും. ഇതാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ എന്താണ് വരിക? ലാംഡ സ്ക്വയർ എന്ന് വരും. ലാംഡ സ്ക്വയർ മൈനസും മൈനസും പ്ലസ് ആവും. മൈനസ് 1/2 ഇൻറ്റു 0 എന്താണ് വരിക? 0 മൈനസ് 6 ഇൻറ്റു 1/2 ഇൻറ്റു മൈനസ് ലാംഡ എന്താണ് വരിക? മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ 2 മൈനസ് 0 എന്ന് വരും. പ്ലസ് 8 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എന്ത് വരും? 1/4 മൈനസ് 0 ഇൻറ്റു മൈനസ് ലാംഡ എന്ത് വരും? 0 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ എന്താണ് വരിക? മൈനസ് ലാംഡ ക്യൂബ് എന്ന് വരും അല്ലെ? ഇവിടെ മൈനസ് 6 ഉണ്ട്, മൈനസ് ലാംഡ ബൈ 2 ഉണ്ട്. ഈ മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. 6ഉം 2 നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? എന്തായിട്ട് മാറും? 3 ലാംഡ എന്നായിട്ട് മാറും. 3 ലാംഡ പ്ലസ് 8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ആണ് വരിക. സോ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ പ്ലസ് 2 എന്നുള്ളതാണ് ഈ എ എന്ന് പറയുന്ന 3/3 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ നിങ്ങൾ നോക്കൂ, എ എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആകുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഓർഡർ 2 ആയിട്ടുള്ള അല്ലെ, ഒരു സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള ഒരു പോളിനോമിയൽ വന്നു. എ എന്ന് പറയുന്നത് ഒരു 3/3 ആയി മെട്രിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് വന്നത്. ലാംഡ ക്യൂബിലുള്ള ഒരു പോളിനോമിയൽ വന്നു. ഇനി അതുപോലെ എ എന്നുള്ളത് ഒരു 4/4 മെട്രിക്സ് ആയിരുന്നെങ്കിലോ ലാംഡ റൈസ് ടു 4 എന്നുള്ള ടേമുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് മെട്രിക്സിന്റെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ
പോളിനോമിയൽ എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ് വരിക? ഐഡന്റിറ്റി മെട്രിക്സിന്റെ എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ് വരിക? ഒരു 3x3 ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുക. 1 0 0 0 1 0 0 0 1. ഈ ഒരു മെട്രിക്സിന്റെ in ദിസ് ഈസ് ഈക്വൽ ടു i3 ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ത് വരും? നമ്മൾ എങ്ങനെ കാണാം? ഡയഗണൽ എലമെന്റ്സ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? സോ 1 മൈനസ് ലാംഡ 0 0 0 1 മൈനസ് ലാംഡ 0 0 0 1 മൈനസ് ലാംഡ ഇതിന്റെ ഡിറ്റർമിനന്റ് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് ലാംഡ ഇൻറ്റു ഡിറ്റർമിനന്റ് 1 മൈനസ് ലാംഡ 0 0 1 മൈനസ് ലാംഡ എന്ന് വരും. പ്ലസ് 0 ഇൻറ്റു ഇതെന്താണെങ്കിലും ആ ടേം 0 ആയി പോകും. സോറി പ്ലസ് അല്ല മൈനസ് 0 ഇൻറ്റു ഈ ടേം എന്തായാലും കുഴപ്പമില്ല, ഇത് 0 ആയി പോകും. പ്ലസ് 0 ഇൻറ്റു ഈ ടേമും എന്താണെങ്കിലും അത് 0 ആയി പോകും. അപ്പൊ ഇതിൽ എന്തേ ഉണ്ടാവുള്ളൂ? 1 മൈനസ് ലാംഡ ഇൻറ്റു എന്ത് വരും? 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ. ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വരിക. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് ലാംഡ ഹോൾ ക്യൂബ് എന്നാണ് വരിക ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 1 മൈനസ് ലാംഡ ഇത് പ്രൊഡക്റ്റ് എഴുതിയിട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് എഴുതി നോക്കാം. അപ്പൊ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഐഗൺ വാല്യൂ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയും. അതായത് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഇവിടെ എന്തായിരുന്നു നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് അല്ലെ? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു 0 ആവുമ്പോഴുള്ള ലാംഡന്റെ വാല്യൂ. അതായത് നമുക്ക് ഇവിടെ കിട്ടിയില്ലേ, ഫസ്റ്റ് കേസിൽ എന്ത് കിട്ടി? ഇതാവുമ്പോൾ നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടി. എന്തായിരുന്നു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ? ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 1. ഈ ഒരു പോളിനോമിയലിനാണ് എഫ് ഓഫ് ലാംഡ ഈക്വൽ ടു ലാംഡയിലുള്ള ഒരു ഫംഗ്ഷൻ, ഇതിനെ ഒരു പോളിനോമിയൽ, ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0 ആവുമ്പോഴുള്ള ലാംഡയുടെ വാല്യൂസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഐഗൺ വാല്യൂസ് എന്നും പറയും. ഐഗൺ വാല്യൂ എന്നും പറയും. അപ്പൊ എന്താണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്? ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ എന്താണ് വരിക? എങ്ങനെയാ കണ്ടുപിടിക്കുക ഈ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ? ഐഗൺ വാല്യൂ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിക്കണം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 1 ആണ്. എന്താണ്? എഫ് ഓഫ് ലാംഡ ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ. എന്തായിരുന്നു? ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 1. ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 1 എന്നുള്ളതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i എന്നുള്ളതിന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയാ? ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എഫ് ഓഫ് ലാംഡ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി ഐഗൺ വാല്യൂ അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 ആവുമ്പോഴുള്ള ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ? റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഈ ഒരു ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 1. ഇനി എന്ത് ചെയ്യണം? അത് ഈക്വൽ ടു 0 ആവുമ്പോഴുള്ള ലാംഡന്റെ വാല്യൂ കാണണം. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലെ? ഇതിന്റെ റൂട്ട്സ് നിങ്ങൾക്ക് അറിയാലോ. ഒരു ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ റൂട്ട് എന്താണ്? മൈനസ് ബി. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷന്റെ എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. രണ്ടെണ്ണം ഉണ്ടാവും. എന്താണ്? മൈനസ് ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a
വേറെ എന്താണ് വരിക? മൈനസ് ബി മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. അപ്പൊ ഇതിന്റെ റൂട്ട് എന്ത് വരും? നമുക്ക് എന്താ കിട്ടുക? ലാംഡ ഈക്വൽ ടു മൈനസ് ബി, അതായത് മൈനസ് ഓഫ് ഈ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, അതായത് അതിന്റെ ഡിഗ്രി എക്സിന്റെ ഡിഗ്രി 1 ആവുമ്പോഴുള്ള കോഎഫിഷ്യന്റ്. ഇവിടെ എന്താണ് വരിക? ലാംഡ റൈസ് ടു 1ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? -6 ആണ് വരുന്നത്. സോ മൈനസ് ഓഫ് -6 പ്ലസ് ഓർ മൈനസ് രണ്ടും വരും, സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് ഈ ബി എന്ന് പറയുന്നത് എന്താണ്? -6 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഗ്രി 2 ആയതിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ ലാംഡ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. 1 ഇൻറ്റു സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ടേം. ഇവിടെ കോൺസ്റ്റന്റ് ടേമും 1 ആണ്. 4 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ്, ഇവിടെ ലാംഡ സ്ക്വയറിന്റെ കോഷ്യന്റ് ഇൻറ്റു 1 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഓഫ് -6 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ബി സ്ക്വയർ, അതായത് -6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 36 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരിക? That's equal to 6 plus or minus square root 32 divided by 2 എന്ന് വരും. ഈ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 32 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ 32 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 32 ഈക്വൽ ടു 32ൽ 2 എത്ര പ്രാവശ്യം പോകും? അല്ലെങ്കിൽ 4 ഇൻറ്റു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 ഇൻറ്റു 8 എന്ന് എഴുതാൻ പറ്റും അല്ലെ? 4 ഇൻറ്റു 8 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 6 പ്ലസ് ഓർ മൈനസ് ഈ 32 എന്നുള്ളത് 4 ഇൻറ്റു 8 ആണ്. അപ്പൊ റൂട്ട് 32 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 4 ഇൻറ്റു 8 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 4 എന്നുള്ളത് എന്താണ്? 2 ആണ്. അപ്പൊ ആ 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 2 റൂട്ട് 8 എന്ന് എഴുതാൻ പറ്റും. സോ 6 പ്ലസ് 2 റൂട്ട് 8 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 6ൽ 2 കോമൺ ആയിട്ട് എല്ലാത്തിലും പോകും. 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8. അപ്പൊ എന്തൊക്കെയാണ് വരിക? 3 പ്ലസ് റൂട്ട് 8 എന്നുള്ളത് ഒരു ഐഗൺ വാല്യൂ ആണ്. 3 മൈനസ് റൂട്ട് 8 എന്നുള്ളത് മറ്റൊരു ഐഗൺ വാല്യൂ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഐഗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്തൊരു മെട്രിക്സും കൂടെ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഐഗൺ വാല്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? 2x2 ആയിട്ടുള്ള നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് 2x2 മെട്രിക്സുകൾ അവൈലബിൾ ആണ്. അതിന്റെ എല്ലാം ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. എന്നിട്ട് ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും ഈക്വൽ ടു 0. അതിന്റെ റൂട്ടുകൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡകൾ കണ്ടുപിടിക്കുക. ഇനി ഒരു എക്സാമ്പിൾ, ഒരു 3x3യുടെ ഒരു എക്സാമ്പിളും കൂടെ, ഈ ഒരു മെട്രിക്സിന്റെ എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരുന്നു? എഫ് ഓഫ് ലാംഡ ഈക്വൽ ടു നമ്മൾ ഓൾറെഡി കണ്ടു മൈനസ് ലാംഡ ക്യൂബ് എന്തായിരുന്നു കണ്ടുപിടിച്ചത്? ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ പ്ലസ് 2. ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണണം. എന്താണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്? എഫ് ഓഫ് ലാംഡ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ എന്നുള്ളത് കാണണം. അത് കണ്ടു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ എഫ് ഓഫ് ലാംഡ ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. അതായത് എന്താണ്? ഇംപ്ലൈസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആവുന്ന ലാംഡയുടെ വാല്യൂസ്, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ പ്ലസ് 2 ഈക്വൽ ടു 0 ആവുന്ന ലാംഡന്റെ വാല്യൂസ്. അപ്പൊ ഇതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽ ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് വരുന്നതുകൊണ്ട് നമുക്ക് മൈനസ് കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ വരിക? ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. മൈനസ് കൊണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ ഇതില് ഒരു 3rd ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ലാംഡയ്ക്ക് 3 വാല്യൂസ് കിട്ടും. നമ്മൾ നേരത്തെ 2nd ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് ലാംഡയ്ക്ക് 2 വാല്യൂസ് ആയിരുന്നു കിട്ടിയത്. ഇവിടെ 3 ഡിഗ്രി ഉള്ളതായതുകൊണ്ട് നമുക്ക് 3 വാല്യൂസ് കിട്ടും.
അങ്ങനെയാണെങ്കിൽ അതിലെ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ആർബിട്രറി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ലാംഡ ഈക്വൽ ടു 1 എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ലാംഡയ്ക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1 തന്നെയാണ് വരിക. മൈനസ് 3 ഇൻറ്റു 1 3 മൈനസ് 2 ഈക്വൽ ടു എന്താണ് വരിക, -4 ആണ് വരിക. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 8 വരും. 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 എന്ന് വരും. മൈനസ് 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, 6 ആണ് വരിക. മൈനസ് 2 എന്താണ് വരിക, 8 മൈനസ് 6 മൈനസ് 0 എന്ന് വരും. അപ്പൊ എന്താണ്, 2 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റൂട്ടാണ്. 2 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. 2 എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം, 2 എന്ന് പറയുന്നത് കൊണ്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്, ഇതിലെ ഒരു ലാംഡന്റെ വാല്യൂ എന്താണ്, ലാംഡ ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഇംപ്ലൈസ് ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. അപ്പൊ ഇതെന്താണ്, ഈ ഒരു ഇക്വേഷനെ ഇനി നമുക്ക് ബാക്കി രണ്ട് റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ലാംഡ ക്യൂ മൈനസ് 3 ലാംഡ മൈനസ് 2 എന്നുള്ള ഇക്വേഷനെ ലാംഡ ഈക്വൽ ടു 2 ഒരു റൂട്ട് ആയതുകൊണ്ട് ലാംഡ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ എന്ത് കിട്ടും, അതിന്റെ ശിഷ്ടം എന്ത് കിട്ടും, 0 വരണം. അതായത് ലാംഡ ക്യൂബ് മൈനസ്, ഇവിടെ ശരിക്കും ലാംഡ സ്ക്വയറിന്റെ ടേം എന്താണ് വരുന്നത്, 0 ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ മൈനസ് 2 എന്നുള്ള ഒരു പോളിനോമിയൽ ഉണ്ട്. ഈ പോളിനോമിയലിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ലാംഡ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 വരും എന്നുള്ളതിന് കാരണം എന്താണ്, ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയലിന്റെ ഒരു റൂട്ടാണ്. അതുകൊണ്ട് ലാംഡ മൈനസ് 2 എന്നുള്ളത് എന്താവും, ഈ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആവും. അതായത് ഈ ഒരു പോളിനോമിയലിനെ ലാംഡ മൈനസ് 2 ഇൻറ്റു സം അതർ പോളിനോമിയൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ലാംഡ ഈക്വൽ ടു 2 എന്നുള്ളത് എന്താണ്, ഒരു റൂട്ടാണെന്ന് ഓൾറെഡി നമുക്ക് ലാംഡന്റെ വാല്യൂ ആണ്. ഒരു ഐഗൻ വാല്യൂ ലാംഡ ഈക്വൽ ടു 2 ആണെന്ന് കിട്ടി. ഇനി ബാക്കി രണ്ട് ഐഗൻ വാല്യൂ എന്താണെന്ന് കിട്ടണം. അപ്പൊ ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ലാംഡ മൈനസ് 2 ഉണ്ട്, ഇവിടെ ലാംഡ ക്യൂബ് ഉണ്ട്. അപ്പൊ ലാംഡ ക്യൂബിൽ ലാംഡ എത്ര പ്രാവശ്യം പോകും അല്ലെ, ലാംഡ സ്ക്വയർ ടൈംസ് ആണ് പോവുക. അപ്പൊ ലാംഡ സ്ക്വയർ സാധാരണ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഇതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ എന്താണ് വരിക, ലാംഡ ക്യൂബ് മൈനസ്, ഇവിടെ എന്താണ്, ലാംഡ സ്ക്വയർ ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ലാംഡ സ്ക്വയർ ഇൻറ്റു മൈനസ് 2 ലാംഡ സ്ക്വയർ എന്ന് വരും. -2 ലാംഡ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എന്നിട്ട് ഇത് എന്ത് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. ലാംഡ ക്യൂബ് നിന്ന് ലാംഡ ക്യൂബ് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് വരിക. ഇവിടെ ഓൾറെഡി 0 ലാംഡ സ്ക്വയർ ആണ്. അതായത് 0യിൽ നിന്ന് എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം, മൈനസ് 2 അല്ലെ, എന്താണ് വരിക, 0 മൈനസ്, ഇവിടെ ഓൾറെഡി 0 ആണ്, 0 ലാംഡ സ്ക്വയർ മൈനസ്, എന്നിട്ട് എന്താണ് മൈനസ് ചെയ്യുന്നത്, -2 ലാംഡ സ്ക്വയർ ആണ്. അപ്പൊ ഇത് 0 ആണ്, മൈനസ് മൈനസ് എന്താവും, പ്ലസ് ആവും, 2 ലാംഡ സ്ക്വയർ ആവും. അപ്പൊ ഇവിടെ എന്താണ് വരിക, 2 ലാംഡ സ്ക്വയർ എന്ന് വരും, പ്ലസ് 2 ലാംഡ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ 0 ആയതുകൊണ്ടാണ് ഇത് അതേപോലെ തന്നെ, ഇവിടെ എന്താണ്, +0 എന്നാണ്. സോ -3 ലാംഡ -0 എന്ന് പറഞ്ഞാൽ -3 ലാംഡ എന്ന് വരും, -2 എന്ന് വരും. ഇനി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഇനി എന്താണെന്ന് നോക്കുന്നത്, ഇവിടെ 2 ലാംഡ സ്ക്വയർ ആണുള്ളത്, ഇവിടെ ലാംഡ ആണുള്ളത്. ഈ ലാംഡനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് 2 ലാംഡ സ്ക്വയർ കിട്ടുക, പ്ലസ് 2 ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2 ലാംഡ സ്ക്വയർ കിട്ടും. അപ്പൊ ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും, 2 ലാംഡ ഇൻറ്റു ലാംഡ എന്താണ് വരിക, 2 ലാംഡ സ്ക്വയർ അല്ലെ, പ്ലസ് 2 ലാംഡ ഇൻറ്റു -2 എന്താണ് വരിക, മൈനസ്, ഇവിടെ പ്ലസും മൈനസും ആയതുകൊണ്ട് മൈനസ് വരും, 2 ഇൻറ്റു 2 4 ലാംഡ എന്ന് വരും, 4 ലാംഡ എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 2 ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ സ്ക്വയർ 0 എന്ന് വരും. -3 ലാംഡ എന്താണ് വരിക, -3 ലാംഡ മൈനസ്, ഇവിടെ എന്താ ഉള്ളത്, -4 ലാംഡ. അപ്പൊ എന്ത് വരും, -3, ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആവും, -3 ലാംഡ പ്ലസ് 4 ലാംഡ എന്ന് വരും. അപ്പൊ എന്താണ് വരിക, -3 ലാംഡ പ്ലസ് 4 ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ലാംഡ എന്ന് വരും അല്ലെ. 4 ലാംഡ -3 ലാംഡ എന്ന് വരില്ലേ.
സോ പ്ലസ് ലാംഡ എന്ന് വരും. ഈ -2 അതുപോലെ തന്നെ താഴേക്ക് വരും, കാരണം ഇവിടെ 0 ആണ്. അപ്പൊ എന്താണ് ലാംഡ -2 എന്ന് കിട്ടി. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഈ ഇവിടെ ലാംഡയാണ്, ഇവിടെയും ലാംഡയാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 ഇൻറ്റു ലാംഡ എന്ത് കിട്ടും? ലാംഡ 1 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -2. അപ്പൊ ലാംഡ -2 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 0 വരും. അപ്പൊ ഇതിന്റെ ഒരു ഫാക്ടർ എന്താണെന്ന് കിട്ടി. അപ്പൊ ഈ ഒരു പോളിനോമിയലിനെ ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ -2 എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ -2 ഈക്വൽ ടു 0 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്ടറൈസ് ചെയ്ത് ലാംഡ -2 ഒരു ഫാക്ടർ ആണ്. ലാംഡ -2 ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും? ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഇത് എഴുതിയത്? ഇനി ഇത് പോളിനോമിയലിന്റെ കേസാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 153 എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ 3 എന്ത് വരും? നമ്മൾ ആദ്യം എങ്ങനെ 1ൽ 3 പോവാൻ നോക്കും? ഇല്ല. അപ്പൊ 15ൽ 3 പോവും. എത്രയാണ്? 5 പ്രാവശ്യമാണ്. 5 ഇൻറ്റു 3 15. എന്നിട്ട് ഇത് സബ്സ്ട്രാക്ട് ചെയ്യും അല്ലെ? 1 മൈനസ് 1 0, 5 മൈനസ് 5 0, 3. 3ൽ 3 എത്ര പ്രാവശ്യം? 1 ഇൻറ്റു 3 3, റിമൈൻഡർ 0. അപ്പൊ ഈ 153നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 153 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 ഇൻറ്റു 51 എന്ന് എഴുതാൻ പറ്റും. അതുപോലെയാണ് ഇവിടെ എഴുതിയത്. ഈ ഒരു ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ -2നെ ലാംഡ -2 ഇൻറ്റു ദിസ് ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് കാണാം. ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പോളിനോമിയൽ, ഒരു ഐഗൻ വാല്യൂ ആണെന്ന് കിട്ടി. ഇനി എന്തിന്റെ റൂട്ട് കണ്ടാൽ മതി? ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡന്റെ വാല്യൂ കാണണം. അതെങ്ങനെ കിട്ടുക? മൈനസ് ബി, അതായത് -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ, അതായത് 2 സ്ക്വയർ എന്ന് വരും. 4 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സിയും 1 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് എന്താ? 4 മൈനസ് 4 എന്ന് 0 ആയി പോകും, ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്താണ് വരിക? റൂട്ട് എന്താണ് വരിക? -1 അല്ലെ? -1 എന്നുള്ളത് ഒരു റൂട്ടായിട്ട് മാറും. അപ്പൊ ഇതിന്റെ ഐഗൻ വാല്യൂസ് എന്താണ് വരിക? അല്ലെ? -1 ആൻഡ് 2 എന്നുള്ളതാണ് ഇതിന്റെ ഐഗൻ വാല്യൂസ് വരിക. അപ്പൊ ഇതാണ് ഐഗൻ വാല്യൂ എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ നോട്ട്സിൽ അപ്പൊ എന്താണ് ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? എന്താണ് ഒരു ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ? If A is a square matrix of order n, then determinant A minus lambda I equal to 0, where I is the nth order unit matrix or identity matrix is called the characteristic equation of A. ഇതിനെന്താണ് പറയുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓർ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ എന്ന് പറയും. അത് ഏത് ഫോമിലാണ് വരിക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ? -1 റൈസ് ടു n ലാംഡ റൈസ് ടു n പ്ലസ് സം k1 ലാംഡ റൈസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിലാണ് വരിക. ഇവിടെ ഈ k1 ഒക്കെ എന്താണ്? നമ്മുടെ aij ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില കോൺസ്റ്റന്റുകളാണ്. Where k's are expressible in terms of the elements aij. ഇനി എന്തിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് അല്ലെങ്കിൽ ഐഗൻ വാല്യൂ എന്ന് പറയാ? ദ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആർ കോൾഡ് ദി ഐഗൻ വാല്യൂസ് ഓർ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് എ മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. എന്താണ് ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 ആർ കോൾഡ് ദ ഐഗൻ വാല്യൂസ് ഓർ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓഫ് ദ മെട്രിക്സ് എ. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 ആവുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അതിന് വേറെ ഇതും കൂടെ പറയാം. എന്താണ്? ഈ ലാംഡ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ax ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡകളെയാണ് നമ്മൾ എന്ത് പറയാ? ഐഗൻ വാല്യൂ എന്ന് പറയാം. ax ഈക്വൽ ടു ലാംഡ എക്സ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ax മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0 അല്ലെ? സോ എക്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരും? a മൈനസ് ലാംഡ i ഈക്വൽ ടു 0. എക്സ് എന്നുള്ളത് നോൺ സീറോ ആയിട്ടുള്ള ഒരു വെക്ടർ ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 ആവുന്ന
ഐഗൺ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. സോറി, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പോൾ ഒന്നോ രണ്ടോ എക്സാമ്പിൾ വെച്ചിട്ടാണ്, ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം.